നമസ്കാരം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചു ഒരു നീണ്ട കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു മാർഗമാണോ ഗോൾഡ് എന്നും ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഗോൾഡിന്റെ പ്രൈസുകളുടെ വ്യത്യാസത്തെക്കുറിച്ചും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഇനി ഭാവിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഡിന്റെ പ്രൈസ് എന്താവാനാണ് സാധ്യത എന്നതിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചു. ഇന്ന് ഈ ഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വ്യത്യസ്ത മാർഗങ്ങളെ കുറിച്ചാണ്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ളതിലേക്ക് പറയട്ടെ, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനോ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളിൽ ഉപദേശം നൽകാൻ ലൈസൻസ് ഉള്ള ആളോ അല്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാമൂഹിക ഉത്തരവാദിത്വം മാത്രമാണ് ഞാൻ ഇവിടെ നിർവഹിക്കുന്നത്. അത് കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കട്ടെ എന്നുള്ളതിലേക്കാണ് ഈ പ്ലാറ്റ്ഫോമും തന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിലയ്ക്ക് വിശദമായ പഠനങ്ങൾ നടത്തണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഗോൾഡിൽ നമുക്ക് മുഖ്യമായും 4 മാർഗത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഗോൾഡ് ഫിസിക്കലായിട്ട് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ഡിജിറ്റൽ ഫോർമാറ്റിൽ മേടിക്കാം, ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയും. മൂന്നാമതുള്ള ഗോൾഡ് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അങ്ങനെയോ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വഴിയോ, അതായത് ഗോൾഡ് ഇക്വിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വഴിയോ, അതുപോലെ 4ാമത്തെ ഒരു മാർഗമായ RBI ചെയ്യുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വഴിയോ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഗോൾഡ് ഫിസിക്കലായിട്ട് മേടിക്കുന്നത്. നമ്മൾ സാധാരണ ഫിസിക്കലായിട്ട് മേടിക്കുമ്പോൾ സാധാരണ ഓർണമെന്റ്സ് ആയി മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് ബാറായിട്ടോ ബിസ്ക്കറ്റായിട്ടോ കോയിനായിട്ടോ എല്ലാം മേടിക്കാറുണ്ട്. അതിൽ ഗോൾഡ് ഓർണമെന്റ്സ് ആയി മേടിക്കുന്നതിനെ കുറിച്ച്, ആഭരണങ്ങളായി മേടിക്കുന്നതിനെ കുറിച്ച് മിക്ക വിദഗ്ധർക്കും എതിരെ അഭിപ്രായമാണുള്ളത്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി പരിഗണിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അത് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 22 ക്യാരറ്റ് ഗോൾഡിന് ഏകദേശം 4500 രൂപയ്ക്ക് മേലുണ്ട്. മിക്ക ആഭരണങ്ങൾക്ക് തന്നെ അതിന്റെ മോഡൽ അനുസരിച്ച് അതിന്റെ മേക്കിംഗ് ചാർജ് 5% മുതൽ മേലോട്ട് 20, 25 അല്ലെങ്കിൽ അതിലധികം കൂടുതലെല്ലാം ഉണ്ടാവാറുണ്ട്. ഒരു ആവറേജ് മേക്കിംഗ് ചാർജ് ജ്വല്ലറി ഷോപ്പുകൾ എപ്പോഴും എടുക്കാറുള്ളത് 12% മുതൽ മേലോട്ടാണ്. അതിന്റെ കൂടെ GST എല്ലാം കൂടി ആവുമ്പോൾ ഏകദേശം 4500 രൂപയുള്ള ഗോൾഡിന് നമ്മൾ 5300 രൂപയ്ക്ക് മേലെ കൊടുക്കേണ്ടി വരും. പല കല്യാണങ്ങളിലും തന്നെ 100 പവൻ ആഭരണം കൊടുത്തു എന്നെല്ലാം കേൾക്കാറുണ്ട്. അങ്ങനെയെല്ലാം കൊടുക്കുമ്പോൾ ഏകദേശം 6-7 ലക്ഷത്തോളം രൂപ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. അതിന്റെ കൂടെ തന്നെ ഈ മേടിക്കുന്ന സ്വർണത്തിന്റെ പ്യൂരിറ്റിയെ കുറിച്ചും തന്നെ ഒരു ഉറപ്പുമില്ല. ഇനി ഈ ആഭരണങ്ങൾ ഒരു 4-5 വർഷം കഴിഞ്ഞ് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ അതിന്റെ മോഡലൊന്ന് മാറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെയും തന്നെ ഒരു മഹാനഷ്ടമാണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചുള്ളത്. 4-5 വർഷം ഉപയോഗിച്ചിട്ടുള്ള ആഭരണമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തന്നെ അതിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ ആഭരണത്തിലുള്ള അഴുക്കിന്റെ, കല്ലിന്റെ, മുത്തിന്റെ എന്നെല്ലാം പറഞ്ഞിട്ട് വേറെയും പല ഡിഡക്ഷനുകൾ ഉണ്ടാവും. ഇനി മറ്റു കടകളിൽ നിന്ന് മേടിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിൽ മാറ്റിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ മാറ്റി കുറവാണ് എന്നെല്ലാം പറഞ്ഞ് ആ രൂപത്തിലും തന്നെ വിലയിൽ കുറവ് വരുത്താറുണ്ട്. അങ്ങനെ ഓർണമെന്റ്സ് ആയി ആഭരണങ്ങളായി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കുമ്പോഴും നഷ്ടമാണ്, ഇനി വിൽക്കാൻ പോകുമ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഗോൾഡ് കല്യാണങ്ങൾക്കും മറ്റും മേടിക്കുമ്പോൾ അത്യാവശ്യം ധരിക്കാനുള്ള ആഭരണങ്ങൾ മാത്രം മേടിക്കുക. അതിലധികം മേടിക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കുക. ഇനി ഫിസിക്കലായിട്ട് മേടിക്കാവുന്ന മറ്റൊരു മാർഗമാണ് ഗോൾഡ് ബാറോ ബിസ്ക്കറ്റോ കോയിനോ ആയിട്ടെല്ലാം മേടിക്കുന്നത്. അങ്ങനെ മേടിക്കുമ്പോൾ അതിന്റെ പ്യൂരിറ്റിയിൽ സംശയിക്കേണ്ടതില്ല. എന്നാൽ അപ്പോഴും തന്നെ ചെറിയൊരു മേക്കിംഗ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ GST കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഗോൾഡ് ഫിസിക്കലായിട്ട് മേടിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ കുറിച്ച് നോക്കാം. അതിൽ മുഖ്യമായ ഒരു വിഷയം അതിന്റെ സ്റ്റോറേജ് തന്നെയാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴും എല്ലാം തന്നെ അത് വലിയൊരു മാനസിക സമ്മർദ്ദത്തിന് കാരണമാവും. ഇനി നമ്മൾ ബാങ്ക് ലോക്കറുകൾ പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോഴും തന്നെ ലോക്കർ ചാർജ് എന്നുള്ളതിലേക്കുള്ള തുടർച്ചയായ ഒരു നഷ്ടം നമുക്ക് നേരിടേണ്ടി വരും. ഗോൾഡ് ഫിസിക്കലായിട്ട് എത്ര മേടിക്കാം എന്നതിനെ കുറിച്ച് ഒരു പരിധിയൊന്നും തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിലോ ഒരു ഇൻസ്പെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡിന്റെ എല്ലാം തന്നെ സോഴ്സ് ഓഫ് ഫണ്ടും അതിന്റെ ഇൻവോയ്സ് എല്ലാം തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം നമ്മൾ അനധികൃതമായിട്ട് അതായത് ബ്ലാക്ക് മണിക്ക് മേടിച്ചാണ് ഈ ഗോൾഡ് എന്നുള്ളതിലേക്ക് ഈ ഇൻസ്പെക്ഷൻ വരുന്ന ഇൻസ്പെക്ടർ ഇത് കണ്ടുകെട്ടാനുള്ള അധികാരമുണ്ട്. എന്നാൽ വിവാഹിതായ സ്ത്രീക്ക് 500 ഗ്രാം വരെയും അവിവാഹിതായ സ്ത്രീക്ക് 250 ഗ്രാം വരെയും ഒരു പുരുഷനെ സംബന്ധിച്ച് 100 ഗ്രാം വരെയും തന്നെ അതിന്റെ എവിഡൻസ് കാണിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുള്ള ഗോൾഡുകൾ നമ്മൾ വെൽത്ത് ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ അതിലും തന്നെ കാണിക്കേണ്ടതാണ്. അങ്ങനെ ഡിക്ലെയർ ചെയ്യാത്ത പക്ഷം ഇൻസ്പെക്ഷൻ വരുമ്പോൾ ആ ഒരു ഡിഫറൻസിന് നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും.
ഇനി മറ്റൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഫിസിക്കലായി മേടിച്ചുള്ള ഗോൾഡ്, അത് ആഭരണങ്ങളായാലും ഗോൾഡ് ബാറുകളായാലും ശരി, അത് വിൽക്കാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നമ്മൾ ജ്വല്ലറി ഷോപ്പുകൾ വഴി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മിക്കവാറും സംഭവിക്കാറുള്ളത് എക്സ്ചേഞ്ച് ആയിരിക്കും. നമ്മുടെ അടുത്തുള്ള ഗോൾഡ് അവർ മേടിച്ച് അവരുടെ അടുത്തുള്ള ആഭരണങ്ങൾ അവർ നമുക്ക് വിൽക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ വിലയിലും തന്നെ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ മേക്കിംഗ് ചാർജും GST എല്ലാം തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ക്യാഷ് ആയി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗോൾഡിന്റെ ഇൻവോയ്സും മറ്റെല്ലാ ഡോക്യുമെന്റ്സും തന്നെ ഒറിജിനലായി തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഗോൾഡ് ഫിസിക്കലായിട്ട് മേടിക്കുമ്പോൾ എന്തെല്ലാം രൂപത്തിൽ മേടിക്കാമെന്നും, അങ്ങനെ ഫിസിക്കലായി ഗോൾഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം ഉള്ളതിനെ കുറിച്ച് തന്നെ നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചു. ഇനിയുള്ള ഭാഗത്ത് ഗോൾഡ് ഡിജിറ്റൽ ഫോർമാറ്റിൽ എങ്ങനെ മേടിക്കാം എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.